പഫേ പഫേ ഇടി ഇവിടെ വന്നേ. പഫിന് വന്നേ ചോദിക്കട്ടെ. മുഴുവൻ ചോറുണ്ടോ? കാക്ക ഒന്നും കഴിഞ്ഞു. പഫി മുഴുവൻ ചോറുണ്ടോ? കൂട്ടുകാർക്കൊക്കെ വെച്ചിട്ട് പോയോ ബാക്കി? എടി ഒന്ന് ചോദിക്കട്ടെ എന്നോടാ. ഓ എത്ര വലുതായോ വെള്ളലും കുഴപ്പമില്ല.
ഉപ്പിട്ട് വെച്ചിട്ട് നാളെ അച്ചാറില്ല കേട്ടോ. ഈ മാങ്ങ എപ്പോഴും ഒരു ദിവസം ഉപ്പിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അച്ചാർ നമ്മളായിരിക്കും നല്ല ടേസ്റ്റ് വരിക. അന്ന് തന്നെ അച്ചാറിട്ട ടേസ്റ്റിനേക്കാളും പിറ്റേ ദിവസം അച്ചാർ അതിൻ്റെ ഉപ്പ് എല്ലാവർക്കും നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നാളെ അച്ചാറിടുമ്പോഴായിരിക്കും ഭയങ്കര ടേസ്റ്റ് ചെയ്യുമ്പോഴൊരു ഇന്നിങ്ങനെ അരിഞ്ഞിട്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്ക്വയർ പീസായിട്ട് അരിഞ്ഞേക്കണം കേട്ടോ. ഇത് നല്ല ഇത് കുറച്ചധികം നാളിരിക്കാനായിട്ടൊക്കെ ഇപ്പോൾ ഒരു ഒരു 5-6 മാസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ വലിയ പീസായിട്ട് എടുക്കണം കേട്ടോ. അതുപോലത്തെ ഒരു മാങ്ങാപ്പുള്ള ഒരു 3 പീസായിട്ട് ഒരു 3 പീസായിട്ട് കട്ട് ചെയ്യണം. ഇപ്പോൾ വലുതായിട്ടാണ്. ഇപ്പം ഞാൻ കുറച്ച് ചെറുതായിട്ടായിരുന്നു. ഇനി ഇതൊക്കെ അടച്ച് വയ്ക്കിയത് ഇനി ഞാൻ നാളെ എടുക്കുള്ളൂ. നാളെ അച്ചാറിടണം എങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ അടച്ച് വെച്ച് ഇനിയിപ്പോൾ ഇതിൻ്റെ മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി ഉപ്പൊക്കെ എല്ലാവർക്കും പിടിച്ച് കഴിയുമ്പോൾ നാളെ അച്ചാറിടുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇത് പൊടിയായിട്ടായിരിക്കണം മാങ്ങ. ഇതിപ്പോൾ എനിക്ക് അച്ചാറിട്ടിട്ട് പെട്ടെന്ന് എടുക്കാനായിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പം മാങ്ങയുടെ സീസണല്ല. അപ്പോൾ പല രീതിയിലുള്ള അച്ചാറുകൾ ഇട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കാനുള്ള അച്ചാർ കിട്ടും. പൊടിയായിട്ട് അല്ല അതിലിപ്പോൾ എൻ്റെ ബാക്കി മാങ്ങ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ മാങ്ങ അരിഞ്ഞത് മുളക് വെളുത്തുള്ളി ഇഞ്ചി പച്ചവെള്ളത്തിൽ ചെല്ലുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലുണ്ടാവും. ഞാൻ വിചാരിച്ചു അത്ര മതിയാക്കി പിന്നെ ബാക്കി ഇത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇതിങ്ങനെ അരിയാണെങ്കിൽ ചെറിയൊരു കുപ്പിയിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് എടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ ഇട്ടിട്ട് വെച്ചാൽ ചമ്മന്തി അരയ്ക്കാം. ഇത് ഉപ്പിട്ടിങ്ങനെ വെച്ചാലേ ചമ്മന്തി അരയ്ക്കാനും നല്ലതാണ് കേട്ടോ. ഉപ്പുവാങ്ങി ഇട്ടിട്ട് ചമ്മന്തി അരയ്ക്കാൻ നല്ലതാണ്. ഈ തൊണ്ടോടുകൂടി ഇരുന്നാണ് തൊണ്ട ഇങ്ങനെ അരയോടുകൂടി അറിയുമ്പോൾ പുളിയും കുറവായിരിക്കും. ചമ്മന്തിക്ക് ഇത്തിരി പുളി ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇത് പുറത്തിരുന്ന് അരിയണത് നമ്മുടെ വർക്കേരിയല്ല. പുറത്തൊരു ഇങ്ങനെ മിറ്റ സിമെൻറ്റ് ഇട്ട് കട്ടയിട്ടേക്കണം. അപ്പോൾ അവിടെ ഇരിക്കുന്ന നല്ല കാറ്റൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഒരു ഓപ്പൺ സ്പേസാണ്. അപ്പോൾ അവിടെ ഇരുന്നാൽ ഞാൻ എല്ലാ പണിയും കൂട്ടാത്ത രീതി എല്ലാ പണിയും ചെയ്യണം. അപ്പോൾ കാക്ക വിചാരിച്ചു ഞാൻ ഇവിടെ ഇപ്പോൾ മീൻ വെട്ടുമോ ഞാൻ ബഹളം വയ്ക്കണം. കാക്ക ഞാൻ ഇവിടെ ഇരുന്നാൽ മീൻ വെട്ടുക ഒക്കെ ചെയ്യണം. അപ്പോൾ കാക്കയുടെ വിചാരം ഉച്ചയ്ക്കൊക്കെ നല്ല കാറ്റാണ് ഇവിടെ. ചൂടറിയില്ല. നമ്മൾ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഓപ്പൺ വർക്ക് ഏരിയ എന്ന് പറയാം. എന്നുവെച്ചാൽ പുറത്തൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ പല ഓപ്പണായ എത്രയും പ്രശ്നം. പക്ഷെ പണികളൊക്കെ എടുക്കാനും എല്ലാത്തിനും നമുക്ക് വെറുതെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ ഇവിടെ ഇരുന്ന് തിങ്ക് ചെയ്യാനും ടൈം പാസ് ചെയ്യാനൊക്കെ നല്ലതാട്ടോ. നല്ല സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആക്കി വർക്ക് ഏരിയ ആക്കിയാലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പിന്നെ മോനും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു വേണ്ട അമ്മ ഓപ്പൺ സ്പേസാണ് നല്ലത്, നമുക്ക് പുറത്ത് ഇത് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു, ഓപ്പണാക്കിയിട്ട്. പക്ഷേ നല്ല സൗകര്യം കേട്ടോ, നമുക്കിങ്ങനെ ഇരുന്ന് എല്ലാ പണിയും ചെയ്യാമല്ലോ. അല്ലെ നമ്മൾ എപ്പോഴും അകത്ത് കയറി അടച്ചിരിക്കേണ്ട. ഇവിടെ ചൂട് ഭയങ്കര, ഈ ചൂടത്തോടെ ആകുമ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടാകണം, സൈഡിൽ നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചൂട് എടുക്കില്ല, പണിയെടുക്കുകയും ചെയ്യാം. പിന്നെ ചെളിയൊന്നുമില്ല ഇവിടെ, നല്ല സ്ഥലമാണ്. ഞാൻ ദിവസവും കഴിയൊക്കെ ഇടണം കാരണം നല്ല സ്ഥലമാണ്. ഇരുന്ന് എന്ത് ചെയ്യാം.
വെക്കണം. ഇത് തീരെ ചെറുതായിട്ട് അരിഞ്ഞാക്കണം. ഇതിപ്പോൾ 2 ദിവസം ഇരിക്കുമ്പോഴത്തേക്കും തന്നെ ഇത് വാടി സോഫ്റ്റ് ആവും. ഇങ്ങനെ ഓപ്പൺ സ്പേസ് എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ നല്ല കേട്ടോ. പുറത്തേ ഇങ്ങനെ ഇരുന്ന് നമുക്ക് പണിയൊക്കെ എടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ആക്കാനും ചെയ്യും. എളുപ്പം അകപ്പൊക്കെ ആകുമ്പോൾ എപ്പോഴും എല്ലാം അടുക്കളയും നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. അതിന് പാടില്ല. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വയ്ക്കാം. ഇത് ഞാൻ നാളെ അച്ചാർ ഇടുള്ളൂ. നാളെ അച്ചാർ ഇടുള്ളൂ. ഇന്ന് അച്ചാറൊന്നും ഇല്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പിടും. കുറച്ച് മാങ്ങ പിന്നെ ഇതേ കണ്ടോ, അങ്ങെല്ലാം ഉപ്പിട്ട് കഴിഞ്ഞു. ഇത് ഞാൻ ഇനിയിപ്പോൾ ഒരു ചെറിയ കുപ്പിക്കകത്തിട്ട് വയ്ക്കും. ഇത് നാളെ എടുക്കും. ഇപ്പോൾ നാളെ നമുക്ക് കാണാം നാളെ എങ്ങനെ അച്ചാർ ഇടണേ കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ ഉപ്പിട്ട് വെച്ച മാങ്ങയ്ക്ക് അച്ചാറിടാനായിട്ടോ കേട്ടോ. ഇന്നലെ നമ്മൾ മാങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചായിരുന്നല്ലോ. അപ്പോൾ ഒരു ദിവസമായിട്ടുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് അച്ചാറിടാനായിട്ട് അച്ചാറിന് എപ്പോഴും ചെറിയ വെളുത്തുള്ളി കേട്ടോ നല്ലത്. ചോദിച്ചതിനേക്കാൾ ടേസ്റ്റ് കൂടുതലാണ്.
പഠിക്കാനുള്ളതാണ് ഇരുന്ന് പണിയെടുക്കാൻ നല്ല സുഖമാട്ടോ. പഠിക്കാനുള്ളതാണ് നല്ല രസമുണ്ട്. ഞാനൊരു എന്താണ് മിറ്റം ഇങ്ങനെ കെട്ടിയാക്കണം. നല്ല രസം. അപ്പം ഇരുന്ന് എന്ത് പണി ചെയ്യാം. കാലൊക്കെ ചെയ്തോട്ടിട്ടാണ് നല്ല രസം. ഞാൻ എപ്പോഴും ഇവിടെ നല്ല പണി ചെയ്യണം. കൂട്ടത്തിനരിയ ചക്കവട്ട എല്ലാ പണിയും പിന്നെ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല സുഖം. ചൂളോ കസരൊന്നും ആവശ്യമില്ല. മാത്രമല്ല ഇത് പുറത്തായാലുണ്ട് നമുക്ക്. ഇപ്പം ഞങ്ങളുടെ അടുപ്പത്തൊക്കെ മിറ്റാണ്. നമുക്കിങ്ങനെ ആയാലുണ്ട് മിറ്റായാലും നമുക്ക് കുറച്ച് പെട്ടെന്ന് ഇവിടേക്ക് സുഖമായിട്ട് ചെയ്യുകയും ചെയ്യാം. നല്ല രസം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വീട് മരിച്ചപ്പോൾ തന്നെ ഉള്ളതാണ്. പൂച്ചയ്ക്ക് ചോറ് വെച്ചപ്പോൾ തിന്നാൻ അല്ല ഉണ്ണി വെളുപ്പിലാണ് പെട്ടെന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ല ഇത്ര വെള്ളത്തിൽ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഇതൊക്കെ അതിന് ആവശ്യമില്ല. പച്ചമുളക് എടുക്കാം. പച്ചമുളക് നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചത്. ഇവിടുന്ന് തന്നെ പച്ചമുളക്. അപ്പം ഇത് രാവിലെ കറക്കിയെടുത്തപ്പോൾ വെള്ളത്തിലിട്ടത്. കാന്താരിമുളക് കൂടുതൽ ഇടുവാണെങ്കിൽ നമുക്ക് മറ്റേ മുളക് കുറച്ചിട്ടാൽ മതി. പിന്നെ ഇഷ്ടംപോലെ കാന്താരിമുളക് ഉണ്ട്. കുറച്ച് കാന്താരിമുളക് അച്ചാറിനകത്ത് കാന്താരിമുളക് കിട്ടുന്നില്ല. ഉണ്ടോ കഴുകാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു. നമ്മൾ സാധാരണ പച്ചമുളക് അരിയുന്നതിനേക്കാളും ഭയങ്കര രുചിയായിരിക്കും കേട്ടോ. ഇങ്ങനെ കാന്താരിമുളക് കിട്ടാറ്. കാന്താരിമുളക് ഉണ്ടെങ്കിൽ അതിടുക. അല്ലെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് വറുത്തെടുത്ത് മുറിച്ചിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചിയും കൂടി അരിയണം.
നമ്മൾ ഇഞ്ചി, എന്താ പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും തൊലി കളഞ്ഞു. എന്നിട്ട് ഇതൊന്ന് കഴുകിയിട്ട് അരിഞ്ഞെടുക്കണം. ബാക്കി ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു. അച്ചാറിന് എപ്പോഴും ഇങ്ങനെ പൊടിയായിട്ട് അരിയണം. അപ്പം എന്നാലും നല്ല പെട്ടെന്ന് മൂത്ത് കിട്ടുള്ളൂ. നന്നായിട്ട് മൂത്തിട്ടല്ലേ ഇടാൻ പറ്റും. പൂപ്പിൽ വരാതിരിക്കാൻ വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂക്കുന്നു. അപ്പോൾ നല്ല പൊടിയായിട്ട് അരിഞ്ഞെങ്കിൽ പെട്ടെന്ന് മൂക്കും. കൊത്തി അരിയണം, പോലെ ഇഞ്ചി അരിയണം. അങ്ങനെ ഇതാ നമ്മൾ ഇഞ്ചി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഇഞ്ചി അരിഞ്ഞ് പിന്നെ പച്ചമുളക് പിന്നെ നല്ല വെളുത്തുള്ളി ഇനി നമുക്ക് ഒന്ന് അച്ചാറിടണമെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാം അരിഞ്ഞ് കഴിഞ്ഞ് നമുക്കുണ്ടെങ്കിൽ അച്ചാറിടണം.
എണ്ണ ഇവിടെ ആയിട്ട് നമുക്ക് കറി ഇട്ട് കൊടുക്കാം. അച്ചാറിടുമ്പോൾ നല്ലെണ്ണ കേട്ടോ നല്ലത്. നല്ലെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ 1 സ്പൂൺ ഉലുവയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ ഒന്നിച്ചിടണം കേട്ടോ. നമ്മുടെ കറി മൂത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. മൂപ്പ് കൂടുതലുള്ള വാക്കിയിട്ട് ഇടാം കേട്ടോ. വെളുത്തുള്ളി നല്ല ഒന്നിലാണ് പെട്ടെന്ന് കഴിഞ്ഞ് നോക്കാം. അത് ഇഞ്ചി ഇടാം. ഇഞ്ചിയല്ലേ കുറച്ച് വെള്ളത്തിൻ്റെ അംശമുള്ള ഇഞ്ചി ഇടാം. അതിലേക്ക് ഞാൻ പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇഞ്ചിയല്ലേ മൂപ്പ് ഏറ്റവും കൂടി വെക്കാം. അതുകൊണ്ടാണ് ഞാൻ പച്ചമുളകും ഇഞ്ചിയും കൂടെ ഒന്നിച്ചിട്ട് പച്ചമുളകും ഇഞ്ചിയും കൂടെ ഒന്നിച്ചിട്ടാം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞും പോകും. ഇതൊക്കെ മൂക്കാൻ സമയം എടുക്കണമല്ലോ. അപ്പോൾ പിന്നെ അച്ചാറിടുമ്പോൾ എപ്പോഴും ഇതൊക്കെ നന്നായിട്ട് മൂക്കട്ടായിട്ട് ഇടാവുള്ളൂ. നന്നായിട്ട് എന്തിങ്ങനെ ഇപ്പോൾ കണ്ടോ ഈ പതയില്ലേ, ഈ പത കെട്ടടങ്ങും. ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂക്കുമ്പോൾ ഇഞ്ചി പച്ചവളമൊക്കെ ഇടുമ്പോൾ കണ്ടോ. ഇതിപ്പോൾ വെള്ളത്തിൻ്റെ അംശമുള്ള കാരണമാണ് ഇങ്ങനെ ഈ പത തന്നെയാണ് കേട്ടോ. ഈ പത പോയി കഴിയുമ്പോഴാണ് ഇതൊക്കെ മൂക്കണത്. നമുക്ക് ഇഞ്ചിയൊക്കെ അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഇത് ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശമുള്ളപ്പോൾ അച്ചാറിട്ടാൽ പൂപ്പിൽ വരും. എല്ലാവരും പറയും അച്ചാർ കേടാണെന്ന്. ഇങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിട്ട് ശരിക്കും മൂക്കണം. ഇഞ്ചിയും പച്ചമുളകും എന്ത് സാധനം നമ്മൾ പച്ചക്കിട്ടുണ്ടെന്നും നന്നായിട്ട് മൂത്തിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരണം. നമുക്ക് ഇഞ്ചിയൊക്കെ ഒരു 3/4 മൂപ്പായി കഴിയുമ്പോൾ നമുക്ക് ഇതിടാം കേട്ടോ. വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി പെട്ടെന്ന് മൂത്തോളും. ഇതിപ്പോൾ കുറച്ച് മൂപ്പായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ കിടന്ന് ഒരുപോലെ മൂക്ക് വരും. നല്ല മണം. ഇപ്പം തന്നെ കണ്ടോ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഏകദേശം നല്ല മണമുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അച്ചാറിന് നമുക്ക് കരിയാപ്പില എന്തോരം വേണേലും ഇടാം. ഇത് കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ ഒരേ പാത്രം മൂത്ത് വെക്കാം കേട്ടോ. എണ്ണ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് വെക്കാം കേട്ടോ. കുഴപ്പമില്ല. ഇത് മൂക്കുമ്പോൾ അക്കൂട്ട് കിടന്ന് എണ്ണയും കൂടെ മൂത്തോളും. പിന്നെ മാങ്ങ അച്ചാറിനൊക്കെ എണ്ണ വളരെ കുറച്ച് മതി. നമ്മൾ നാരങ്ങയൊക്കെ ഇടുമ്പോഴാണ് കുറച്ച് നാരങ്ങയോടെ എണ്ണ ഉണ്ട്. മാങ്ങയ്ക്ക് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എണ്ണ കുറച്ച് മതി കേട്ടോ. അപ്പോൾ മറ്റുള്ള അച്ചാറുകളൊക്കെ വേണ്ട. മാങ്ങയിൽ കുറേ വെള്ളം ഊറി വരും. പിന്നെ ഒത്തിരി പുളിയുള്ള മാങ്ങ അച്ചാറിടണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഉപ്പിട്ട് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളം ഊറ്റിക്കളഞ്ഞു. വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അച്ചാറിടുവാണെങ്കിൽ പാകത്തിന് പുളിയായിട്ട് കിട്ടും. അത് ഭയങ്കര പുളിയായിരിക്കും. ഈ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന മൈലാപ്പാങ്ങ കിട്ടാൻ ഭയങ്കര പുളിയാണ്. നമുക്ക് കഴിക്കാൻ പറ്റാത്ത പുളിയായിരിക്കും അത് എടുക്കുമ്പോൾ. അതുകൊണ്ട് അതൊരു ദിവസം ഉപ്പിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ പകുതി മൂക്കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ച് വെച്ചാൽ വന്ന് കരിയും. ഉള്ളു മൂക്കാതെ പുറം മാത്രം കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് എന്നാലാണ് ശരിക്കും ഇതിനകത്ത് കിടന്ന് അപ്പോൾ ശരിക്കും മൂക്ക് വരുള്ളൂ ഒരേ ഭാഗത്ത്.
വെളുപ്പിലൊക്കെ മൂത്ത് കണ്ടോ അത് കണ്ടോ. അപ്പോൾ അത് കെട്ടടങ്ങിയതുണ്ട്. ആ വെള്ളത്തിൻ്റെ അംശം തീർന്നു. അതുകൊണ്ടാണ് അപ്പോൾ അത് കെട്ടടങ്ങിയത്. അത് ഇപ്പോൾ അതേ ഉണ്ടായിരുന്നു. പച്ചമുളകാണേലും കണ്ടോ നന്നായിട്ട് മൂത്ത് കണ്ടോ, മരിഞ്ഞു വന്നുണ്ടോ. ഇത്ര മൂത്താൽ മതി. നമുക്ക് ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കും കേട്ടോ. കണ്ടോ കിലോ ഒച്ച വെക്കണുണ്ടോ, നല്ല മൂത്ത് വരുന്നുണ്ടോ. ഇപ്പോൾ തീ കുറച്ച് വയ്ക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കായം ചേർക്കുന്നുണ്ട്. കായം നമുക്ക് നേരത്തെ ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ കായം ഒന്ന് മൂത്ത് നല്ല മണം വരാനുണ്ട് കേട്ടോ. ഞാനൊരു 1 ടീസ്പൂൺ കായം ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലെല്ലാം എണ്ണയിൽ കിടന്ന മസാലയിലൊക്കെ ഒന്ന് കായത്തിൽ മൂക്കാൻ വേണ്ടി. ഇന്നലെ ഞാൻ ഇതിപ്പോൾ 1 കിലോ കുപ്പിക്കകത്ത് മാങ്ങയുണ്ട്. അപ്പോൾ ഒരു 2 കിലോ മാങ്ങകളും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു 1/4 കപ്പ് മുളക് പൊടികളും ഇടുന്നുണ്ട് കേട്ടോ. എന്നാലാണ് നല്ല കളറും കൊഴുപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അച്ചാറിന് എപ്പോഴും നല്ല കൊഴുപ്പ് വേണം. അപ്പോൾ ഇത് ഞാൻ കാശ്മീരി മുളക് പൊടി ഇടണേ. പിന്നെ എരിവ് വേണ്ടവർക്ക് 2 കൂടെ മിക്സ് ചെയ്തിടാം. ഞാനിപ്പോൾ ഇതിനകത്ത് കാശ്മീരി മുളക് പൊടി മാത്രം ഇടും കേട്ടോ. ഇനി ഉപ്പ് നമ്മൾ ഇന്നലെ ഇട്ട് വെച്ചത് വേണമെങ്കിൽ ആവശ്യത്തിന് ഇന്നലെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വിനാഗിരി ഒഴിക്കാം. ഇനി നമ്മൾ ഇതെന്താ ഉണ്ടെന്ന് വെച്ചാൽ സ്റ്റൗ ഓഫ് ചെയ്യും. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ മസാല ശരിക്കും തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മാങ്ങ ഇടുള്ളൂ കേട്ടോ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാങ്ങ നോക്കിയിട്ട് മസാല ശരിക്കും തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ ഇടാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാല ശരിക്കും തണുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മാങ്ങ ഇടാം. ഇളക്കി കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇത് വെള്ളം ഒട്ടും ചേർക്കരുത്. മാങ്ങയുടെ വെള്ളം ഇറങ്ങി വന്ന വെള്ളം കേട്ടോ. വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാൻ കേടായി പോകും. ഇത് മാങ്ങയെന്ന് ഇറങ്ങി വന്ന ഉപ്പുള്ളതാണ്. പുളി ഇത് മാങ്ങയ്ക്ക് കുറച്ച് പുളി കുറഞ്ഞ് മാങ്ങ. പുളി കൂടുതലുള്ള മാങ്ങയാണെങ്കിൽ ഈ വെള്ളം നമ്മൾ എടുക്കില്ല. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് എണ്ണയും വിനാഗിരിയൊക്കെ കൂടുതൽ ഒഴിക്കും. പിന്നെ അതിൻ്റെ ചാറ് നോക്കാം. അപ്പോൾ ഒറ്റ നല്ല രുചിയുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി അച്ചാറ്. ഇപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഇനിയിപ്പോൾ ഞാനിതിപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് എടുക്കാൻ കണക്കാക്കി എടുത്തേക്കണം. അതുകൊണ്ടാണ് ഞാനിത് ചൂടിലേക്ക് ഇടാതെ നന്നായിട്ട് തണുത്തിട്ടെടുത്ത്. പിന്നെ ഇത് ഞാനൊരു 6 മാസം കഴിഞ്ഞിട്ട് ഇടുകയുള്ളൂ. ഇപ്പോൾ മാങ്ങയുടെ സീസണായ കാരണം അച്ചാറൊക്കെ ഇട്ട് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. താങ്ക് യു.